തൃശൂർ ചാലക്കുടി പോട്ട സുന്ദരി കവലയിൽ ലോറി വീട്ടിലേക്ക് കയറി. മേൽപ്പാലം ഇറങ്ങി വരുന്ന ഭാഗത്ത് സ്ഥാപിച്ച കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ച ശേഷമായിരുന്നു വീട്ടിലേക്ക് ലോറി ഇടിച്ചു കയറിയത്. പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു 10-20 മിനിറ്റ് മുമ്പാണ് ഉണ്ടായത്. തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുന്നൊരു ലോറിയാണ്. ഇതിൽ കമ്പിയാണ് കയറ്റി വെച്ചിരിക്കുന്നത്. അത് ഫ്ലൈ ഓവർ കയറി ഇറങ്ങി വരുന്ന സമയത്ത് അത് തെന്നിമാറി ഇവിടെ ഈ വീട്ടിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. അവിടെ ഒരു ഡിവൈഡറിന്റെ ഭാഗത്തൊരു കോൺക്രീറ്റ് ബ്ലോക്ക് വെച്ച കാരണമാണ് വലിയൊരു അപകടം ഒഴിവായത്. കോൺക്രീറ്റ് ബ്ലോക്ക് ഇടിച്ച് ആ കോൺക്രീറ്റ് ബ്ലോക്ക് അടക്കം തള്ളിയാണ് ഇവിടെ ഈ വീടിനടുത്തേക്ക് വന്ന് തള്ളിയത്. ആ കോൺക്രീറ്റ് ബ്ലോക്കിൽ തട്ടിയാണ് അതിന്റെ ടയർ ഒരെണ്ണം പൊട്ടിയത്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, അല്പസമയം മുൻപ് നടന്നൊരു അപകടമാണെന്നാണ് ആ പ്രതികരണത്തിൽ നിന്നും വ്യക്തമായത്. എന്താണ് സംഭവിച്ചത് എന്നതിൽ ഏറെക്കുറെ ഈ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? പ്രജിൻ, നിരന്തരം അപകടങ്ങൾക്കിടയാകുന്ന ഒരു മേഖലയാണ് ഈ സുന്ദരിക്കവല എന്ന് പറയുന്നത്. ഇതൊരു മേൽപ്പാലമാണ്. ആ മേൽപ്പാലം ഇറങ്ങി വരുന്ന ഭാഗത്ത് 10-ലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത് വിവിധ അപകടങ്ങളിൽ. തുടർന്ന് ഗതാഗത മന്ത്രി നേരിട്ടെത്തി ഈ സ്ഥലം സന്ദർശിച്ച് ഈ സംരക്ഷണ ഭിത്തികൾ, താൽക്കാലികമായി കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തികൾ വച്ച് ഒരു താൽക്കാലിക പരിഹാരം കണ്ടതാണ്. പക്ഷേ അതേ സ്ഥലത്ത് തന്നെ ഇന്ന് വീണ്ടും അപകടം ഉണ്ടായിരിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് കമ്പി കയറ്റി വരികയായിരുന്ന ലോറിയാണ് നിയന്ത്രണം വിട്ട് ഈ സംരക്ഷണ ഭിത്തിയും തകർത്ത് സമീപത്തെ വീട്ടിലേക്ക് ഇടിച്ചു കയറിയത്. ഈ സമയത്ത് ഈ ഹാളിലടക്കം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അവരെല്ലാവരും തന്നെ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു. ഈ ലോറി ഡ്രൈവർക്ക് മാത്രമാണ് പരിക്കേറ്റിട്ടുള്ളത്. ലോറി ഡ്രൈവർ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. എന്തായാലും തുടർച്ചയായി അപകടം ഉണ്ടാകുന്ന മേഖലയിൽ വീണ്ടും അപകടം റിപ്പോർട്ട് ചെയ്യുന്ന നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ട ശാസ്ത്രീയ നടപടി സ്വീകരിക്കണം എന്നതാണ് നാട്ടുകാർ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്ന പ്രജിത്ത്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.